കാഴ്ചയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഭയങ്കര ഹൈറ്റ് സ്റ്റൂൾ ഇട്ടിട്ടുണ്ടോ അടിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ നോക്കി ഇപ്പൊ ഇങ്ങനെ നോക്കണായിരുന്നു. നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി ദാരിദ്ര്യം പിടിച്ച പോലെ ഇരിക്കുവേ. ഇന്നിപ്പോ കുഴപ്പമില്ല, വേണ്ട. ഞാനൊന്ന് ഇച്ചിരി LED വോളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചേച്ചി നോർമലി എങ്ങനെയാണ് കോസ്റ്റ്യൂമിന്റെ കാര്യത്തില്, ജ്വല്ലറിയുടെ കാര്യത്തിൽ? സഞ്ചരിക്കുന്ന ചിന്തിക്കട. അല്ല, അത് കറക്റ്റാ ചേട്ടൻ പറഞ്ഞത്. ഏകദേശം ഞാനും കണ്ടിട്ടുണ്ട്. അത് കാരണം പോകുമ്പോ ഒക്കെ എന്റെ കൂടെ ഒരു 5-6 അലമാര കൂടെ ഉണ്ട്. പിശുക്ക് കാണിക്കാതെ പർച്ചേസ് ചെയ്യുന്ന എങ്ങനത്തെ ഐറ്റംസിലെ? ഞാൻ അങ്ങനെ പിശുക്ക് കാണിക്കുന്ന ഒരാളല്ല. അല്ല. ഇപ്പൊ ഈ കളറിനൊരു വള തപ്പാൻ വേണ്ടിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു 10-15 കടയൊക്കെ കയറും. അലങ്കരിക്കാനുള്ള ഏരിയ ഉണ്ട്. ഭാര്യ വലിച്ചിട്ടിരിക്കുകയല്ലേ, നമ്മളെന്തിനാ കുറയ്ക്കുന്നത്? അപ്പൊ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതും അതിനായിരിക്കും. സ്പെൻഡ് ചെയ്യുന്ന സ്പോൺസർമാരാ. കാര്യം അവിടെ നിന്ന് പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ ലഗേജ് വേറെ, ലഗേജ് വേറെ. ഇത് റെമ്യൂണറേഷനേക്കാൾ കൂടുതൽ അതായിരിക്കും. അവസാനം നമ്മുടെ റെമ്യൂണറേഷൻ ഒക്കെ പിടിക്കും നമ്മൾ വിളിച്ചാൽ. പേടിയാ നമുക്ക്. ചേട്ടാ, ഒരു ഫ്രിഡ്ജൊക്കെ അല്ല, ഞങ്ങൾ ഇപ്പൊ ഒന്നിച്ച് പോയതേ ഉള്ളൂ. എന്നിട്ട് ചേട്ടൻ അങ്ങനെ പറയാൻ ബുദ്ധിമുട്ട് മനസ്സിലായി. പിന്നെ അല്ലല്ല, ചേട്ടന്റെ ഷൂ എന്റെ ബാഗിന്റെ അകത്തായിരുന്നു. അവിടെ ലഗേജ് കൂടിയിട്ട് ചോദിച്ചു നോക്ക്. സാധാരണ ഒരു മനുഷ്യന് 2 ഷൂ 3 ഷൂ ഇതൊക്കെ 10 ഷൂ ഒക്കെ കൊണ്ടുവരുന്നത്. പ്രോഗ്രാമിന് കിട്ടിയാൽ കൂടിയാ ഓരോന്നിന്റെയൊക്കെ ഓരോന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾ എന്ത് കഷ്ടപ്പെടുന്നറിയാം. അല്ല, പൊതുവെ ഒരു എക്സ്പെൻസിന്റെ ഒരു രീതി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പിശുക്കുന്ന ടൈപ്പ് ആണ് ഞാൻ. ഞാൻ അത്യാവശ്യം ദൂർത്തടിക്കുന്ന ഒരാളാണെന്ന് ഏതായിരിക്കും പ്രചോദനം സെലക്ട് ചെയ്യാം? നേരത്തെ ഒക്കെ നമുക്ക് നല്ല പിശുക്ക് ഉണ്ടായിരുന്നു ചില കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ കോവിഡ് വന്നതിന് ശേഷം എല്ലാവരുടെ ജീവനോടെ ഇരിക്കുന്നതുകൊണ്ട് ആണ്. പക്ഷെ എനിക്കുള്ള ഇപ്പൊ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാനൊക്കെ ആണെങ്കിൽ എനിക്ക് കണ്ടാലും മനസ്സിലായി കൈയില്ല ഈ കുട്ടിയുടെ ഉടുപ്പിൽ. ജീൻസ് ഒക്കെ എടുക്കുമ്പോ ഞാൻ നരച്ച് ഇനിയും ഉണ്ടല്ലോ നരയ്ക്കാൻ, ഇരിക്കടക്കട്ടെ എടുക്കണ്ട എന്ന് വിചാരിച്ച് പിശുക്ക് തരം കാണിക്കും. അല്ല, ഞാൻ ഓപ്പൺ ആയിട്ട് കാര്യം പറഞ്ഞു. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ള നമ്മളുടെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയില് നമ്മുടെ ഒരു സർവൈവലിന്റെ ഭാഗമാണ് കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, ആക്സസറീസ്, ഡ്രസ്സ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതുണ്ടെങ്കിൽ, ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയെങ്കിലേ നമ്മളെ പിന്നെയും ആൾക്കാര് നമ്മളെ എന്താ പറയണേ ഇൻവൈറ്റ് ചെയ്യണ്ടേ. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ 10 വർഷത്തിന് മുന്നുള്ള ഉടുപ്പിട്ടുണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആവശ്യകാര്യത്തിന് നമ്മൾ എന്തായാലും പൈസ ഇങ്ങനൊക്കെ മനുഷ്യന് സഹിക്കാൻ പറ്റുമോ? ഒന്നും മിണ്ടാതിരിക്കുക, അവര് പരിപാടി നടത്തിക്കൊണ്ടിരിക്കല്ലേ. ഒരു ഷൂട്ട് നടക്കുക, നിങ്ങൾ ഒന്ന് ഇച്ചിരി മാറി അതുകൊണ്ട് മിണ്ടാതിരിക്കണം. ഇപ്പം പ്രിൻജോസ് കുറുപ്പേ ഒന്നും മിണ്ടാതിരിക്കുക, എന്നെ നാറ്റിക്കാതെ. പ്രിൻജോസ് കുറുപ്പേ എന്റെ മോളാവാൻ പ്രായമില്ലേ? ചേച്ചിന്ന് വിളിച്ചാൽ എന്താ എനക്ക്? അതാണ്, അതല്ലേ എളുപ്പം. അല്ല ചേച്ചി, എന്താ പ്രശ്നം എന്താ ശരിക്കും? മോനാവാൻ പ്രായമുള്ള ആയിട്ടില്ല കേട്ടോ. അല്ല, എന്താ പ്രശ്നം? എന്താ ഈ നിക്കുന്നുണ്ടല്ലോ, ഇതെന്റെ ഭർത്താവാ. അത് മനസ്സിലായി, ഞങ്ങക്ക് മനസ്സിലായി. എന്റെ ദൈവമേ, ഇതുപോലൊരു പിശുക്കനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മനുഷ്യനായ ഒരു കുറച്ചൊക്കെ പിശുക്കാണ്. ഇത് പിശുക്കെന്ന് വെച്ചാൽ പിശുക്കന്റെ കയ്യും കാലും തലയും എല്ലാം കൂടെ വെച്ച ഒരു രൂപമായി നിൽക്കുന്നത്. അല്ല, നമ്മള് ജീവിതമാകുമ്പോ നമുക്ക് കുറച്ച് പിശുക്കൊക്കെ വേണം, അതല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ നമുക്ക്. ആണ്, ഞാൻ ഇച്ചിരി അത്യാവശ്യം പിശുക്ക് ജീവിക്കുന്ന. പുള്ളി എന്താ ഇത്ര നേരം നിങ്ങൾ സംസാരിച്ചല്ലോ? പുള്ളി പിശുക്കും. അതും സംസാരം പിശുക്കും. പുള്ളി ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ നാക്ക് കുഴയുമല്ലോ. നാക്ക് കുഴഞ്ഞാൽ ഒരു കുപ്പി വെള്ളം മേടിച്ച് കുടിക്കണ്ടായോ? ആ പൈസ പോകത്തില്ലേ? അതാ പുള്ളി മിണ്ടായിരിക്കുന്നത്. 20 രൂപ ലാഭിച്ചതാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമുക്ക് എല്ലാവർക്കും കൊറോണ വന്നില്ലായിരുന്നോ? ഈ ലോകത്തുള്ള എല്ലാവർക്കും കൊറോണ വന്നില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എന്റെ ചേട്ടൻ ഒരു കുഞ്ഞാഗ്രഹം, എന്റെ ചേട്ടാ എനിക്കൊരു മാസ്ക് മേടിച്ചു ചേട്ടാ, എനിക്ക് പിള്ളേർക്ക് മാസ്ക്. ഇങ്ങനെ എന്ത് ചെയ്തെന്നറിയാമോ? അയലത്തൊക്കെ ഉള്ള ആൾക്കാർ വലിച്ചെറിഞ്ഞ മാസ്കുകൾ ഉണ്ടല്ലോ, അതെല്ലാം നടന്ന് പെറുക്കി എടുത്തോണ്ട് വന്ന് ഡെറ്റോൾ വെച്ച് കഴുകി ഞങ്ങൾക്ക് തന്ന്. കഴുകിയില്ലേ ഞാൻ? കഴുകിയപ്പോ അതിന് അണുവിമുക്തമായില്ലേ? അങ്ങനെയാണ് ഞാനത് ഉപയോഗിച്ചത്. വെറുതെ കാശ് കളയുന്ന എന്തിനാണ്? അല്ല, അതൊക്കെ ഇരിക്കട്ടെ. ഈ അസുഖം തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാൻ എന്നെ കെട്ടിക്കൊണ്ട് വന്ന കാലം മുതൽ ഞാൻ കാണാൻ തുടങ്ങിയത്. ജനിച്ചപ്പോഴേ ഉണ്ടോ നിങ്ങളുടെ അമ്മ പറഞ്ഞു. പണ്ടേ ഉള്ള അസുഖ എന്റെ പൊന്നിയേച്ചി. ഈ മൂക്കിനകത്ത് ഈ സാധനമൊക്കെ കയറ്റി കറക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഇല്ല. ഇങ്ങനെ ഇന്ന് വരെ 8 തവണ കൊറോണ വന്നവളാ ഞാൻ. 8 തവണയോ? എങ്ങനെ വരാതിരിക്കും? ഈ അരിപ്പ മാസ്കും വെച്ചോണ്ട് നടന്ന പിന്നെ എങ്ങനെ വരാതിരിക്കും? എനിക്ക് 8 തവണ ഇവർക്ക് കൊറോണ വന്നത് ആ മാസ്കിന്റെ കുഴപ്പമല്ല, ഇവര് സോപ്പിട്ട് കൈ കഴുകുന്നില്ല. ഞാൻ നമ്മുടെ വീട്ടിൽ എവിടെ ഇരിക്കുന്ന ചോപ്പ് കണുകാൻ? പ്രിൻജോസ് കുറുപ്പേ, ഇല്ലായ്മ പറയരുത്. ഞാൻ ഒരു ബാർ സോപ്പ് മേടിച്ചു തന്നിട്ടില്ലായിരുന്നു. ബാറ സോപ്പ് ഇട്ട് കുളിക്കുന്നത്, ബാറ സോപ്പ് കഴുകുന്ന, ബാറ സോപ്പ് തല തേക്കുന്നത്, ബാറ സോപ്പ്. അത് മോശം. അത് മോശമല്ലേ? ഈ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഒക്കെ കഴുകി ഡെറ്റോളൊക്കെ ഞങ്ങളെ ആശുപത്രി കൊണ്ടുപോയില്ല. എന്തിനാണ് ആശുപത്രി പോകുന്നത്? കൊറോണയ്ക്കുള്ള പ്രതിരോധിക്കാനുള്ള സാധനം എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ.
മഞ്ഞപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ചിട്ടിട്ട് ചൂടുവെള്ളം തിളപ്പിച്ച് ഒഴിച്ച് അത് കുടിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം തീരും. പക്ഷെ എന്നാലും ചേച്ചിക്ക് എന്തെങ്കിലും ചേട്ടാ, അത് പറ്റിയില്ലെങ്കിലോ? വരാതിരിക്കാനല്ലേ ഇത് വന്നു കഴിയുമ്പോ അത് മാറണ്ടേ? അതിന് എന്തെങ്കിലും അസുഖം വരാനും വരാതിരിക്കാനും ഇതിനെല്ലാത്തിനും ഈ മരുന്ന് മതി. എന്നെ പ്രസവിക്കാൻ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടോ? എനിക്ക് 2 പിള്ളേരുണ്ടായി, എങ്ങനോ ഉണ്ടായി പോയി. പ്രസവിക്കാൻ പോലും ആശുപത്രി കൊണ്ടുപോയിട്ടില്ല, അറിയാമോ? എന്തിനാ ആശുപത്രി കൊണ്ടുവന്നത്? എന്തെന്നാ ചേട്ടാ ഇതൊക്കെ? എന്റെ അമ്മ 10 പ്രസവിച്ചതാണ്, ആശുപത്രി പോയിട്ടല്ലോ. അത് അന്നത്തെ കാലമല്ലേ? ഇന്നത്തെ കാലമല്ലേ? എന്നത്തെ കായല് പോയാലെന്തോ? റിസ്ക് കൂടുതലാ. എന്റെ അമ്മ എന്നെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്തും നിറവയറോട് നിന്ന് ഈ നെല്ല് കുത്തില്ലേ, നെല്ല് കുത്തുകയായിരുന്നു. നെല്ല് കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് ഈ വേദന വരുന്നത്. അമ്മ അമ്മിണിച്ചിട്ടയാണ് ഓപ്പോസിറ്റ് നിന്ന് നെല്ലിടിക്കുന്നത്. അമ്മിണിച്ചിട്ടയിൽ ഉറക്ക കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടത്തി ഒന്ന് പിടിച്ചോണം, ഞാൻ ഇപ്പോ വരാമെന്നും പറഞ്ഞ് അമ്മ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോ അമ്മിണിച്ചിട്ട് ചോദിച്ചു, എവിടെ പോയാടി? ഞാൻ പ്രസവിക്കാൻ പോയതാണെന്ന്. എന്നിട്ട് വീണ്ടും നെല്ലിടി തുടരുകയായിരുന്നു. അങ്ങനെ പാരമ്പര്യമുള്ള എന്റെ വീട്ടിൽ എന്തിനും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറയിക്കണം? വീട്ടിൽ പറ്റൂടെ? അത് ഉള്ള വേദന നരകിച്ച് ഞാൻ വല്ലച്ചാലും പ്രസവിച്ചപ്പോ ഇങ്ങനെ പ്രസവമായിരുന്നു. എന്നിട്ട് ഇവക്ക് സുഖപ്രസവമായിരുന്നു. അത് തന്നെ അങ്ങേര് വന്ന് എന്നോട് ചോദിക്കുക, എടി കൊച്ചെ സുഖപ്രസവം അല്ലായിരുന്നു എന്ന്. ഒരിക്കലെങ്കിലും പ്രസവിച്ച് നോക്കണം, അപ്പൊ അറിയാം അത് സുഖമാണോ ദുഃഖമാണോ എന്ന്. എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്, പ്രസവിച്ച് കഴിയുമ്പോ സുഖപ്രസവം അല്ലയോ എന്ന്. പിന്നെ 2 പിള്ളേരുണ്ടെന്ന് പറഞ്ഞല്ലോ. മൂത്ത കൊച്ചിന് കല്യാണപ്രായമായി. കഴിഞ്ഞു വന്നിട്ട് കല്യാണം നടത്തുക കല്യാണം. എഞ്ചിനീയറും ഡോക്ടറും വക്കീലും ഒക്കെ വന്ന് അപ്പഴല്ല ഇങ്ങനെ പറയുന്നു, ഇപ്പൊ വേണ്ടടി, ഇപ്പൊ വേണ്ടടി, ഇപ്പൊ വേണ്ടടി. എന്താ അവസാനം ആ കൊച്ച എന്നോട് പറയാ, അമ്മ ഇനി എന്നെ വെച്ചോണ്ട് ഇവിടെ നിന്നാല് ഞാൻ ആരെങ്കിലും കൂടെ ഇറങ്ങിപ്പോകുന്നു. ഈ മനുഷ്യൻ അന്നേരം എന്താ പറഞ്ഞെന്നറിയാവോ? അത് തന്നെയാണ് എന്റെ തീരുമാനമെന്ന് ഞാനും പറഞ്ഞു. ഇറങ്ങി പോവാനോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് ഞാനും പറഞ്ഞു. കൊച്ചിറങ്ങിപ്പോയി. എങ്ങനെ? എനിക്ക് ആകെ 4 സാരി ഉണ്ടായിരുന്നു. ഇത് അപ്പുറത്തെ രമണിയുടെ സാരി. അയ്യോ, രമണിയുടെ ഭർത്താവിന്റെ കണ്ടില്ലേ, തള്ളി നിൽക്കുന്ന കണ്ടില്ലേ ഷർട്ട്? രമണിയുടെ ഭർത്താവിന്റെ ഷർട്ട് മേടിച്ചിട്ടുണ്ടോ? സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും ഇല്ല. ഇങ്ങനെ ബനിയൻ എടുത്തോണ്ടാ മുരുകനെ മീൻ പിടിക്കാൻ പോകുന്നത് വലയ്ക്ക് പകരം. നിർത്തി അങ്ങ് അപമാനിക്കാതെ വല്ല ചളിപ്പുണ്ടോ നോക്കിക്കേ. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ മിണ്ടത്തില്ലല്ലോ. പ്രിൻസസ് കുറുപ്പ് എന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്നു. അയ്യോ. എന്നിട്ട് ആ കൊച്ചിന്റെ ആ 4 സാരി ഇങ്ങനെ കെട്ടി അത് താഴോട്ട് ഇറങ്ങി അതങ്ങ് പോയി. ആ ചെറുക്കൻ്റെ കൂടെ അങ്ങ് പോയി. ഞാൻ പറയാം, എന്റെ ചേട്ടാ ആ ഇറങ്ങിയ സമയത്ത് ആ കൊച്ചിന് എന്തെങ്കിലും പറ്റിയ കയ്യും കാലോ ഒടിഞ്ഞാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ ചേട്ടാ? ഈ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ മേളിൽ കെട്ടിയില്ലേ സാരിയുടെ തുമ്പ്, അത് പിഞ്ചിയായിരുന്നു. ഞാൻ ചെന്ന് പിടിച്ചിങ്ങനെ പിടിച്ചു വെച്ച് മോളിറങ്ങി പോന്നെങ്കിൽ പൊയ്ക്കോട്ടെ പിടിച്ചു വെച്ചെന്ന്. ഭയങ്കര ഓവറാട്ടോ മോളെ. അതൊരു എഞ്ചിനീയർ പയ്യന്റെ കൂടെയാണ് അവള് പോയത്. അവിടെ ജീവിതം സേഫാണ്, എന്റെ കാശും സേഫാണ്. എന്റെ പൊന്നെ. എന്നിട്ട് ഇപ്പൊ രണ്ടാമത്തെ കൊച്ചിന്റെ കല്യാണാലോചന വന്ന് ഇതുപോലെ തന്നെ ഒരുപാട് ആലോചനകൾ വന്ന് ഇങ്ങനെ നടത്തത്തില്ല. അവസാനം ഒരു ചെറുക്കൻ്റെ കൂടെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. ആറൂടെ കെട്ടിച്ചു വിട്ട പറ. പഞ്ചായത്തിൽ നമ്മുടെ ഈ കൊതുകിന് മരുന്നടിക്കാൻ വരുന്നില്ല പയ്യനില്ലേ, അവര് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ പിന്നെ എതിർപ്പൊന്നും പറഞ്ഞില്ല. ആ ചെറുക്കൻ കല്യാണം നടത്തിക്കോളാനുള്ള ചെലവും തരാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓക്കെ സമ്മതിച്ചു. അവൻ തന്നെ അമ്പലത്തിന്റെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് അവൻ തന്നെ സദ്യ നടത്തി അവൻ തന്നെ കൊച്ചിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോയി. ഞാനും പോട്ടെ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ പോട്ടെന്ന് ഞാനും അങ്ങ് വെച്ചു. എന്നിട്ടേ നമ്മളെല്ലാരും കല്യാണം കഴിയുമ്പോ ഒരു വീഡിയോ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചാൽ പിന്നീട് നമുക്കത് കാണാനല്ല. തീർച്ചയായിട്ടും ഇങ്ങനെ എടുത്തോന്ന് ചോദിച്ചാ ഇങ്ങനെ സമ്മതിച്ചില്ല, ഞാൻ സമ്മതിച്ചില്ല. അതൊക്കെ അനാവശ്യ ചെലവാണ്. പയ്യൻ ഈ അമ്പലം ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്തപ്പോഴേ ഞാനിത് കാണാൻ ചെന്നപ്പോ അവിടെ എല്ലാം ഈ CC ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫുട്ടേജ് എടുത്താ പോരെ, എന്തിനാ നമ്മൾ വീഡിയോക്കാരെ വിളിക്കണം? നല്ല ഐഡിയ. അങ്ങോട്ട് മാറി ഇതങ്ങാണ്ട് തീർച്ച എന്റെ കണ്ണി വീണ ഇനി അതിന് ഭയങ്കര എനിക്ക് ഓടാന്. ഇപ്പൊ എന്തോ അതൊന്നും അല്ല ഇപ്പൊ എന്റെ പ്രശ്നം. എന്റെ ആങ്ങളയുടെ മോന്റെ കല്യാണമാണ്. പക്ഷെ ഈ കല്യാണത്തിന് പോവാതിരിക്കാനും പറ്റത്തില്ല. പോയി കഴിഞ്ഞാല് ഇങ്ങനോട് അവിടെ അടി ഉണ്ടാവും ഉറപ്പായി. ഇങ്ങനോട് ഞാൻ പറഞ്ഞു ഈ മുണ്ടെടുത്തോണ്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞു. അല്ല ഒരു മിനിറ്റ്, ചേട്ടന്റെ കാലയിൽ തന്നെ ഒരു പാട്. അയ്യോ, കഴിഞ്ഞ മാസം പാമ്പ് കൊത്തിയായിരുന്നു കേട്ടോ. പാമ്പ് കൊത്തി ജീവിച്ചിരിക്കുന്ന ദൈവമേ. പാമ്പ് കൊത്തി ഇങ്ങനെ കൊത്തിയത് മൂർഖനായിരുന്നു. ഞങ്ങളൊരു വിഷകാരി എടുത്തിരുന്നപ്പോ അവിടെ എഴുതി വെച്ചേക്കുന്നത് മൂർഖൻ 6000 രൂപ, അണലിക്ക് 4000 രൂപ, ചേരക്ക് 200 രൂപയെന്ന്. ഇങ്ങനെ ആ വിഷകാരി എടുത്ത് പറയാനേ മൂർഖന്റെ തലയുള്ള ഒരു ചേര എന്നെ കൊത്തിയത്. അങ്ങനെ 200 രൂപ അവിടെ 200 രൂപ ആയുള്ളൂ. എനിക്ക് 200 രൂപ ആയുള്ളൂ. 200 രൂപയ്ക്ക് ചികിത്സിച്ചിട്ട് വന്നിങ്ങ് മരുന്ന് കഴിച്ചു കഴിഞ്ഞാണ് ഞാനിത് പറഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു.
എന്താണ് നിനക്ക് എന്താണ് നിനക്ക്? എനിക്ക് തിളച്ച് അവിടെ 200 രൂപയല്ലേ ചെലവായുള്ളൂ. കല്യാണത്തിന് പോയ കഥയെന്ന് കല്യാണത്തിന് അത് ഞാൻ പറയാം. ഞാൻ പോവാന്ന് വെച്ച് ഇങ്ങനെ മുണ്ടെടുത്തോണ്ടേ പോത്തോളന്ന്. ഞാൻ കാല് പിടിച്ച് പറയാം, അവിടെ ചെന്ന് അടിയുണ്ടാക്കും, നിങ്ങൾ മുണ്ടെടുക്കരുത് മുണ്ടെടുക്കരുത് മുണ്ടെടുക്കരുതെന്ന്. എനിക്ക് മുണ്ടാണ് ഇഷ്ടം. മുണ്ട നമ്മുടെ ഇഷ്ടമല്ലേ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമ്മുടെ ഇഷ്ടത്തിനല്ലേ വസ്ത്രം ധരിക്കുന്നത്. അടി ഉണ്ടായിന്ന് വെച്ചോ, അതിനിപ്പം എന്റെ പൊന്നു കൊച്ച, അവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാരും നിക്കുന്നതല്ലയോ. അടി ഉണ്ടാകുമ്പോ സ്വാഭാവികമായിട്ടും മുണ്ട് വലിച്ച് ഉരിയുമല്ലോ. 8 വർഷം കൊണ്ട് ഇടുന്ന ഒരു അണ്ടർവെയർ ഇങ്ങനെ അടി കിടക്കുന്നത്. ഇത് എങ്ങനെ ആൾക്കാരെ കാണിക്കുമെന്ന് ഈ പറയുന്നേ? എന്റെ പൊന്നു, എന്നോട് ഇങ്ങോട്ട് പോരാൻ തരണേ. രമണിയുടെ ഭർത്താവിനോട് അതുകൂടെ ഒന്ന് ചോദിക്കണേ. ഫ്രഞ്ച് സ്കുർപ്പേ എന്താ ഈ പറയുന്നത്? സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇപ്പൊ ഞാൻ നാളെ കടത്തും നിങ്ങളെ. ഊരിപ്പോ ഇതുപോലത്തെ പിശുക്കുന്നവരെ എനിക്കില്ല കേട്ടോ. നീയും അങ്ങനെയാണോ? അല്ല, ഒരിക്കലല്ല. ഇത്രയൊന്നുമില്ല, ജീൻസിന്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അതിനെ എനിക്ക് ഓർക്കാനേ വയ്യ. നീ എന്തിനാ നീ പാവ വയ്ക്കുന്ന കടയിൽ കൊണ്ടുവന്നത്? നേരായിട്ട് ചോദിച്ചില്ലല്ലോ. എടാ, ഇത്രയും നാളായിട്ട് നിന്റെ കല്യാണം കഴിയാത്ത കാര്യം എന്താണ്? നടപ്പ് ദോഷം. നടപ്പ് ദോഷം? ചൊവ്വാദോഷം. ചൊവ്വാദോഷം. അതുകൊണ്ടാണല്ലോ കല്യാണം കഴിയാത്തത്. അപ്പൊ നിനക്കിപ്പോ ഇല്ലാത്തത് എന്താണ്? മനസമാധാനം. നമ്മളിക്കുട്ട, അതായത് ആണെന്ന നിലയ്ക്ക് നിനക്കില്ലാത്തത് എന്താണ്? അത് പറ. അത് അതല്ലേ എന്തിനാണ് ഒന്നുകൂടെ പറഞ്ഞാണ്? ആണെന്ന നിലയ്ക്ക് നിനക്കില്ലാത്ത എന്താണ്? മീശ. അത് നിനക്ക് കിളിക്കത്തില്ലല്ലോ. ഇടയ്ക്കൊക്കെ കിളിക്കും. ഞാൻ കണ്ടായിരുന്നു. ആളില്ലാത്ത പൊളിഞ്ഞ പടത്തിന് സെക്കൻഡ് ഷോക്ക് ഇരിക്കുന്ന പോലെ 1 2 3 4 ഇങ്ങനെ. എടാ, അതല്ല ഞാൻ പറഞ്ഞത്. നീ കല്യാണം കഴിച്ചാൽ നിനക്ക് ആദ്യം ഉണ്ടാവുന്നത് എന്താണ്? കുഞ്ഞ്. കുഞ്ഞാണ് ആദ്യം ഉണ്ടാവുന്നത്. പിന്നെ വലുതാണ് ആദ്യം ഉണ്ടാവുന്നത്. കുഞ്ഞല്ലേടാ വലുതാവുന്നത്. അതല്ല. എടാ, ഈ കുഞ്ഞ് എവിടെ നിന്നുണ്ടാവുന്നു? ആശുപത്രിയിൽ നിന്ന്. അപ്പൊ എനിക്ക് ആശുപത്രി ഇല്ലാത്തത്? നിനക്ക് മുനിസിപ്പാലിറ്റിയാണ് ഇല്ലാത്തത്. എന്റെ അമ്മണി കുട്ട, അതായത് ഈ കുഞ്ഞിന്റെ അമ്മയാരാണ്? കുഞ്ഞമ്മ. കുഞ്ഞമ്മയല്ല, കൊച്ചച്ഛൻ. യവനെ തോന്നണം. എടാ, കുഞ്ഞിന്റെ അമ്മ എന്ന് പറഞ്ഞ നിന്റെ ഭാര്യയല്ലേ? ഭാര്യ കുഞ്ഞുണ്ടാവുന്നത്. അതാണ് പറഞ്ഞത്. അപ്പൊ എനിക്കില്ലാത്തത് ഭാര്യ. ഭാര്യ, അതാണ് നിനക്കില്ലാത്തത്. നിനക്ക് ഗുണമുള്ള ഒരു കാര്യത്തിനാണ് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എടാ, നിന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. കുറെ പെണ്ണ് കാണാൻ പോയില്ലേ? ആരും പെണ്ണ് തരാൻ പോണില്ല. പിന്നെ നിനക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനമാണ്. പേര് വെച്ചോക്ക്, റോബസ്റ്റി. നീ എന്റെ അച്ഛന്റെ സൈഡാണ് അല്ലടാ. എന്റെ അച്ഛൻ എപ്പോഴും പറയും എനിക്ക് വേറെ വാഴ വെച്ചാൽ മതിയായിരുന്നു. ആ മരവാഴെ മറ്റേ റോബസ്റ്റ പഴത്തിന്റെ കാര്യമല്ല പറഞ്ഞേ. റോബസ്റ്റി എന്ന് പറഞ്ഞാൽ റോബോട്ട് ബെസ്റ്റി. മറ്റേ AI സാങ്കേതിക വിദ്യയിലൂടെ ഈ പെൺകുട്ടികളെയൊക്കെ ഉണ്ടാക്കുന്ന എന്റെ പൊന്നല്ലേ നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എനിക്കും പറയാൻ അറിഞ്ഞൂടാ. ഇവിടെ ഒരു സാറുണ്ട്, പുള്ളിക്ക് അറിയാം. സാധാരണ ഇവിടെ സാറുണ്ടെന്ന് പറയുമ്പോ ഒരാൾ കയറി വരാനുള്ളതല്ലേ. ആരും വന്നില്ല. Good morning, good morning. Welcome to the wonderful world of artificial intelligence. This is Robusti. I am the CEO of this company, Sunil Kumar. മനസ്സിലായോ? സുനിൽ കുമാർ. അത് മാത്രം മനസ്സിലായി. സാറേ, നമ്മൾ രാവിലെ അപ്പോയിന്റ്മെന്റ് ആരും പറഞ്ഞിരുന്നത്? പെണ്ണ് കാണാൻ. ശിവൻ. താങ്കൾക്കാണോ പെണ്ണ്? എനിക്കല്ല, എന്റെ കൂട്ടുകാരെ അമ്മിണി കൂട്ടരാണ് പെണ്ണ് കാണാനുള്ളത്. നിങ്ങളല്ലേ? കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, 9:30 നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ്. ലേറ്റ് ആയി പോയാ? ലേറ്റ് ആയിട്ടില്ല. അപ്പുറത്ത് പെൺകുട്ടി മറ്റൊരു പെണ്ണ് കാണൽ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. കണ്ട എല്ലാ ആണുങ്ങളും മുമ്പിലും അണിഞ്ഞൊരുങ്ങിക്കുന്ന പെണ്ണാണ് എനിക്ക് തരാൻ പോകുന്നത്. ഓ, അത് എടാ, പെണ്ണെന്ന് പറയുമ്പോ ഒരുപാട് കസ്റ്റമേഴ്സ് വരും. ഇതൊരു കച്ചവട സ്ഥാപനമല്ലേ? അപ്പൊ ഇവ മാമയാണ് പട്ടി. അമ്പിളിക്കുട്ടൻ, അതായത് നിങ്ങളുടെ കല്യാണം വൈകിയത് എന്തുകൊണ്ടാണ്? ചൊവ്വാദോഷം. ചൊവ്വാദോഷം. അപ്പൊ ഇതുപോലെ ജാതകദോഷം, ചൊവ്വാദോഷം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് പെണ്ണ് കിട്ടാത്ത ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് റോബസ്റ്റി ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിന് രൂപം കൊടുത്തിരിക്കുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നിർമ്മിച്ചിരിക്കുന്ന റോബോ ലേഡികളെയാണ് നിങ്ങൾ പെണ്ണ് കാണുന്നതും കല്യാണം കഴിക്കുന്നതും. റോബോട്ട്. റോബോട്ടാ? എന്നിട്ടോടെ കണ്ട തുരുമ്പ് രൂപൊക്കെ എന്റെ പുറത്ത് കുത്തി കയറാൻ. അതെ, അങ്ങനെയൊന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഞങ്ങൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അമേരിക്ക എന്നുള്ള ഇറക്കുമതിയാണ് എല്ലാ പാർട്സും. അപ്പൊ ഞാൻ കുട്ടിയെ ഒന്ന് വിളിക്കാം, ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ, വിളിക്കട്ടെ? വിളിച്ചോ സാറേ. 7.0 വേർഷൻ 365. പ്ലീസ് കം ഇൻ. കണ്ടോളൂ, ഇതാണ് കുട്ടി.
ഇത് മതി വീട്ടിൽ കൊണ്ടുപോവാ. എന്തോ കാണിക്കുന്നത് അത് വേറെ തോന്നല്ലേ ഇവന്റെ അച്ഛൻ ഇവൻ ഇങ്ങനെ വളർത്തിയിരിക്കുന്നത്. ഏതെങ്കിലും പെണ്ണുങ്ങൾ കാണുമ്പോൾ ചാടി കയറി പിടിക്കാനാ? അങ്ങനെയല്ല, അതായത് പെണ്ണുങ്ങളെ കാണിക്കാതെ വളർത്തിയാണ് എന്റെ സ്വഭാവം നന്നായിട്ട് അറിയാലോ. സമ്മതിക്കൂടൻ ഇതൊരു പെണ്ണ് കാണൽ ചടങ്ങാണ്. അപ്പൊ ആ ചടങ്ങ് പോലെ തന്നെ നടക്കട്ടെ. ചായ കുടിക്കും. ചായ വാട്ട ചായ വാട്ടേ ചായ. അപ്പൊ ആ ചടങ്ങ് കഴിഞ്ഞു. അതവിടെ ചോളൂ, കൊണ്ടോ ഇതെല്ലാം തന്നോളൂ. ഇനി നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടണ്ടേ? അങ്ങനെയാണല്ലോ പെണ്ണ് കാണൽ ചടങ്ങിൽ സാധാരണ. അങ്ങനെയാണെങ്കിൽ ചെറുക്കൻ പെണ്ണിന്റെ പേര് ചോദിച്ചോളൂ. എന്താ പേര്? RB 7.0 7.0 version 365. ഈ പേര് ശരിയാവൂല. കിട്ടില്ല പേരല്ലേ? എടാ ഈ പേരാകുമ്പോ നിന്റെ അമ്മയായിട്ട് അവള് വഴക്കുണ്ടാക്കുമല്ലോ. അപ്പൊ നിന്റെ അമ്മ ഒരിക്കലും ഒന്നും പറയില്ല മക്കളെ നിന്റെ ഭാര്യ RB 70703 എന്നൊക്കെ പറയുമ്പോ അവര് വീണ് ചാവും. എന്നാലും പറ്റൂല. എനിക്കൊരു ചായ വേണമെന്ന് ഞാൻ വിളിക്കണ്ടേ? എടി RB version number 20 മദ്രാസ് മെയിലെ എനിക്കൊരു ചായ താടി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ സമയം ഒരുപാട് എടുക്കും. അമ്പിളിക്കുട്ടൻ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇതൊരു മെഷീനാണ്. അപ്പൊ നമുക്ക് എന്ത് പേര് വേണമെങ്കിലും ഇൻപുട്ട് കൊടുക്കാം. പേടിക്കണ്ട. പേര് മാറ്റണോ? പേര് മാറ്റണം. അത് നല്ലൊരു പേരിടാം. ശ്രീകുട്ടി. അതായത് എന്നെ ആദ്യം തേച്ചിട്ട് പോയോളൂ. തേച്ചിട്ട് പോയാലേ ബാറ്ററി വരിക വയ്ക്കുമല്ലേ? മാറ്റിക്കോ. ഓക്കെ 7.0 നെയിം ചേഞ്ചിങ് ടു ശ്രീകുട്ടി. Okay sir. പേര് ചോദിച്ചോളൂ. എന്താ പേര്? ശ്രീകുട്ടി. എന്താ അമ്പലിക്കുട്ട, ഇത് പെണ്ണ് കാണൽ ചടങ്ങാണ്. ഇങ്ങനെയാണോ ചടങ്ങ്? നിങ്ങൾ അവളുടെ പേര് ചോദിച്ചു. ഇനി ശ്രീകുട്ടിക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടണ്ടേ? വേണം. നിൽക്കൂ ശ്രീകുട്ടി. Look at that. Who is this? Scanning. സ്കാൻ ചെയ്തോണ്ടിരിക്കുക. Head scanning. നല്ല സ്കാൻ ചെയ്തോണ്ടിരിക്കുക. അതിനകത്തൊന്നും ഇല്ല. Empty. ഞാൻ പറഞ്ഞില്ലേ. Scanning chest. Just. Normal. Scanning stomach. Liver function damage. ഊരാടിയല്ലേ ആട്ടിയെന്ന് പറഞ്ഞ. ഇയാൾ പിന്നെ പരിചയം കുടിക്കുന്നു. വൈകുന്നേരം വാടാ വീട്ടിൽ ചെയറും കൊണ്ട് പട്ടി. Scanning kidney. 2 big stone. കിഡ്നിയിൽ കല്ലുണ്ടോ? ഇല്ല. 2 big stone. രണ്ട് വലിയ കല്ലുണ്ട്. ജോൺ കിട്ടിയാത്ത കല്ല്. Scanning. എന്നെ മാത്രം സ്കാൻ ചെയ്താൽ നല്ല കാര്യമാണ്. കേട്ടോ നിങ്ങളൊരു അന്യ പുരുഷനല്ലേ? അപ്പൊ അവളെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടുവോ? ഓ പതിവൃതേ, എനിക്കിത് മതി. നിങ്ങൾക്കിത് മതി. കുട്ടി ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഭാഷ മാറ്റിയ കൊള്ളായിരിക്കും. ഈ കിടക്കുന്ന മലയാളം പോലും ശരിക്കും അറിഞ്ഞൂടാ. മാസം മാറ്റാം. ഞാൻ പറഞ്ഞില്ല എല്ലാ സൗകര്യങ്ങളും ഈ മെഷീനകത്തുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ കല്യാണം കഴിച്ചല്ലേ? ഞാൻ കല്യാണം കഴിച്ച 2 മക്കളുണ്ട്. 2 മക്കളുണ്ട്. നിങ്ങളുടെ ഭാര്യയുടെ മുഖം എപ്പോഴും ഇങ്ങനെ അതേ മുഖം തന്നെ കണ്ടുകൊണ്ടിരിക്കും. ഒരു ബോറടിയില്ലേ? ഓ കണ്ട് മടുത്ത്. പക്ഷെ ഇവിടെ മറ്റൊരു സൗകര്യം കൂടി ഉണ്ട്. അതായത് നമുക്ക് എപ്പോ വേണമെങ്കിലും ഈ മെഷീന്റെ ഫേസ് മാറ്റാം. ശ്രീകുട്ടിക്ക് ഓരോ ദിവസവും ഓരോ മുഖങ്ങൾ. ഇപ്പൊ ഓണമാണ് വരുന്നത്, അതുകൊണ്ട് 4 ഫേസ് ഫ്രീ ആയിട്ട് കിട്ടും. 4 നീ എപ്പോഴും നിന്റെ സുബയുടെ മോന്തെ കണ്ടിട്ട് ഇങ്ങനെയുള്ള മോന്തെ 4 എണ്ണം. ഇപ്പൊ എന്താ വേണ്ട? ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണം. പിന്നെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്തേക്കാം. ഓക്കെ. ലാംഗ്വേജ് മോഡ് ചേഞ്ച് ടു മലയാളം. Okay sir. എന്നെ ഇഷ്ടമായോ? ചേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഇതുപോലത്തെ ചേട്ടനെ കണ്ടിട്ടില്ല. ഇതിപ്പോ ഒറിജിനൽ പെണ്ണായാലും റോബോട്ട് ആയാലും നാക്കെടുത്താൻ നോണേ പറയുള്ളൂ. ഏതായാലും ഞാൻ പറഞ്ഞില്ലേ, ഇത് മാത്രമല്ല നമുക്ക് മൂഡ് ചേഞ്ച് ചെയ്യാം. ഇതിന്റെ വേണ്ട, ഈ മൂഡ് കൊള്ളാം, ഇത് മതി. അതല്ല, ഇത് നോർമൽ മൂഡ്. 2 മൂഡ് വൃത്തിയായിട്ട് ആരെങ്കിലും പോകുമ്പോൾ കളിയാക്കും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പൊ പല ഇമോഷൻസ് ഉണ്ടല്ലോ മനുഷ്യന്. നമുക്ക് ചിലപ്പോൾ കരയാം, ചിരിക്കാം, പിണങ്ങാം. മനസ്സിലായല്ലോ? ഏത് മോഡിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റാം. നമുക്കിപ്പോ ലവ് മോഡിലേക്ക് ഇട്ടാലോ? ലവ് മോഡ് പറ്റുമോ? ചേഞ്ച് ചെയ്യാം. ശ്രീകുട്ടി, മോഡ് ചേഞ്ച് ടു ലവ്. ഓക്കെ സാർ. അമ്പിളിക്കുട്ടൻ ചേട്ടാ, എന്തോ ഐ ലവ് യു ഡാ. ഐ ലവ് യു ടു. ആ മൺകുടത്തിൽ മുഖം കുടി കുടിച്ചൊരു. അതായത് അമ്മിണിക്കുട്ടനെ റൊമാൻസ് അത്ര പറ്റുന്നില്ല. യമോ ചെയ്തിട്ട് ശരിയാകുന്നില്ല. ഇങ്ങനെ ട്രൈ ഞാനില്ലാത്ത സമയത്ത് ഈ വിൽ കം ഹോം വെള്ളം കുടിക്കാൻ കൊടുക്കരുത്. ഭൂലോക ലെവലാതി. അമ്പിളിക്കുട്ടൻ ചേട്ടാ, ചേട്ടൻ പറഞ്ഞാ ഞാൻ കേൾക്കാതിരിക്കോ? ഈ കള്ള ചേട്ടനെ ഞാൻ വീട്ടിനകത്ത് കേറ്റത്തില്ല. പച്ച വെള്ളം കൊടുക്ക
ഒക്കത്തില്ല ഓർഡറൊക്കെ ഇറക്കും. ചേട്ടാ രാത്രി വരല്ലേ. ഈ സൗണ്ട് മാറ്റി ഒരു പഞ്ചായത്ത് മൊത്തം എന്റെ വീട്ടിൽ കിടന്ന് നിരങ്ങും. ശ്രീകുട്ടി മോഡ് ചേഞ്ച് ടു നോർമൽ. ഓക്കെ സാർ. അപ്പൊ ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. അല്ല പിന്നെ വേറെ വിഷയമുണ്ട്. ഈ തുണിയൊന്നും ഇട്ടുകൊണ്ട് എന്റെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂല. അല്ല അത് കുഴപ്പമില്ല, നമുക്ക് വേറെ പെൺകുട്ടിയെ വിളിക്കാം. അല്ല പെൺകുട്ടി വേറെ വേണ്ട, ഇത് മതി. ഇത് തുണി അടിച്ചു കളഞ്ഞാൽ അല്ല തുണി ഇത് മാറ്റിയാ മതി വേറെ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ നിങ്ങൾ ഒരു കുട്ടിയെ കണ്ടു, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങളുടെ റോബോ ലേഡീസ് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അത് കാണാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും ഒരു ഓപ്ഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരാളെ വിളിക്കാം. വിളിക്കട്ടെ? എന്നാലും ഇത് മതിയായിരുന്നു. ഇത് മതി, എന്നാലും വെറുതെ ഒന്ന് കണ്ടേക്കാം. 6.0 6.0 version 585. Please come in. This way. സാറേ പിന്നെ ഈ എക്സ്ചേഞ്ച് ഓഫർ വല്ലതും ഉണ്ടോ? എന്താ വെച്ചാൽ അതായത് ഈ പ്രൊഡക്റ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ പ്രൊഡക്റ്റ് തരും. അതല്ല, എന്റെ ഭാര്യ സുമ വീട്ടിൽ ഡെയിലി ശാപവും ശബദവും മാത്രമാണ്. അവളെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് പോകാൻ പറ്റുമോ? നിന്റെ ഭാര്യ സുമ വിളിക്കുന്നു. സാറേ അപ്പൊ അത് വേണ്ട, അതിനെക്കാട്ടും കൊള്ളാം ഇത് മതി. കൊണ്ട് അങ്ങനെ പറ്റില്ല, ഇത് മതിയെന്ന്. അതാ ശരി. രണ്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ ഓഫർ ഉണ്ട്, 25% ഡിസ്കൗണ്ട് ഉണ്ട്. ഒന്ന് മതി, ഇത് മതി. അപ്പൊ ഇത് മതി, അതിനെക്കാട്ടും കൊള്ളാം ഇത്. അതല്ലേ? അപ്പൊ പേര് ചേഞ്ച് ചെയ്യണോ? പേര് മാറ്റണം. പേര് മാറ്റാം. ഓക്കെ, അപ്പൊ പേര് ശ്രീകുട്ടി തന്നെ ഇടാം. 6.0 6.0 നെയിം ചേഞ്ച് ടു ശ്രീകുട്ടി, ലാംഗ്വേജ് ചേഞ്ച് ടു മലയാളം. ശ്രീകുട്ടി ചേട്ടാ അമ്പിളിക്കുട്ടാ. കമ്പിളിക്കുട്ടല്ല, പരുത്തിക്കുരു. പോ റോബോ ചെയ്യോട്. ഞാൻ ഇത് അനുവദിക്കില്ല. ഇവൻ എന്റെയാണ്, ചേട്ടൻ എന്റെയാണ്. നോ, എന്റെയാണ് ചേട്ടൻ, എന്റെയാണ്. അമ്പിളിക്കുട്ടൻ എന്റെയാണ്, അമ്പിളിക്കുട്ടൻ എന്റെയാണ്. തിരുവനന്തപുരം. നിനക്ക് കലിപ്പാ. സ്ലാങ് ചേഞ്ച് ടു തിരുവനന്തപുരം. എന്തരടി നിനക്ക്, എന്തരടി നിനക്ക്? അവൻ എന്റേത്, അങ്ങനെ എന്റേത്, അങ്ങനെ എന്റേത്. Shutting down. എന്തോ ഇയാളല്ലേ പറഞ്ഞ അമേരിക്ക ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നെന്ന്. ഇതിനെക്കാട്ടി നല്ല പെണ്ണുങ്ങൾ ഞങ്ങളെ നാട്ടിൽ കിട്ടും. വാ തുറന്നാലേ ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞ് നാക്കകത്തിടും. അതെ, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് ഞാൻ ഈ ഇത് തുടങ്ങാൻ വേണ്ടിട്ട് അമേരിക്ക പോയി സാധനങ്ങളുടെ വില ചോദിക്കും. അവിടെ ഇച്ചിരി കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കുന്നംകുളത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മേടിച്ചു. എവന്റെ കട കത്തിക്കണോടാ. ഇവ ആരെയും പറ്റിക്കരുത്. നീ വെളിയിലോട്ട് വാ, നിന്നെ കാണിച്ചു തരാം. നിന്റെ കട കത്തിച്ച് പൊളിച്ച് പണ്ട നടക്കിലേക്ക് ഞങ്ങൾ ഇങ്ങനെ 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 വിളിച്ചോ നീ? ഓഹോ, എന്റെ സ്ഥാപനത്തിൽ വന്നിട്ട് നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു, എന്നെ ഭീഷണിപ്പെടുത്തും. ഞാൻ കാണിച്ചു തരാം. പവർ ഓൺ. എനിമി അമ്പിളിക്കുട്ടൻ. ക്ലൈമാക്സ് പഞ്ച്. എന്താ അമ്പിളിക്കുട്ട? നല്ല പഞ്ച് ക്ലൈമാക്സ്. പ്രിയതമേ ശകുന്തളേ, പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ, പറയുമോ? ചെരുപ്പിടാണ്ട് ഡാൻസ് കളിച്ചിട്ട് എന്റെ കാലിൽ മുള്ളു കൊണ്ടല്ലോ. ഈ കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാലിൽ നിൽക്കുന്ന ഏതാണ് ഈ സുന്ദരി? ഒന്ന് അടുത്തേക്ക് വിളിച്ചു നോക്കാം. ഏയ് സുന്ദരി, ഇങ്ങ് അടുത്തേക്ക് വരൂ. ഇതെന്താ ഇങ്ങനെ നടക്കുന്നേ? അതോ എന്റെ കാലിലെ ചെറിയൊരു ദർഭമുന കൊണ്ടതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി എന്താക്കാനാ, ഈ വേദന ഞാൻ അങ്ങോട്ട് സഹിക്കും. ആട്ടെ, അവിടുത്തെ പേരെന്താണാവോ? ഞാൻ ദുഷ്യന്ത മഹാരാജാവ്. അങ്ങയുടെ ആഗമന ഉദ്ദേശം അത് തന്നെ. അതെന്താന്നാ ചോദിച്ചേ? ഈ കൊടുംകാട്ടിൽ ഇത്രത്തോളം വൃക്ഷങ്ങൾ ഉണ്ടായിട്ടും ഒരു തെങ്ങില്ലാതെ പോയല്ലോ. അതെന്താ? അങ്ങനെയാണെങ്കിൽ ഈ നാക്കിന്റെ കുരുക്കം കഴിഞ്ഞ താങ്കൾ എന്തിനങ്ങോട്ട് വന്നത്? ഞാൻ ഇവിടെ വേട്ടയ്ക്ക് വന്നതാണ്. ആ ബെസ്റ്റ്. വേട്ടയ്ക്ക് വരണെങ്കിലേ നാട്ടിൽ പോയാ പോരായിരുന്നോ? ഇപ്പൊ കാട്ടിലെ മൃഗങ്ങളെല്ലാം നാട്ടിലല്ലേ. ഓ, എന്നെക്കാളും അറിവോ? എന്താണ് കുമാരി നിന്റെ പേര്? കുമാരിയോ? കുമാരിയേ, കുമാരിയേട്ടത്തിയേ. എടി നിന്നെ തന്നെ. ഓ, ഞാനാണോ? ഞാൻ കുമാരിയല്ല, ഞാൻ കണ്ണംകുളത്ത്. കണ്ണംകുളത്തോ? കണ്ണമഹർഷിയുടെ മൂത്ത പുത്രി ശകുന്തള. ഇതെന്താണ് ഇങ്ങനെ നിൽക്കുന്നത്?
നിൽക്കുന്നത്. ഇതാണ് എന്റെ ഐഡന്റിറ്റി. ഇങ്ങനെ നിന്നില്ലെങ്കിലേ ഞാൻ ശകുന്തളയാണെന്ന് എനിക്ക് തന്നെ മറന്നു പോകും. ഈ കാട്ടിൽ ആരുമില്ലേ? ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടൂടെ? ഭവതി അല്ലാതെ ഈ കാട്ടിൽ വേറെ ആരുമില്ലേ? ഷെടാ, എന്റെ മുമ്പിലല്ലേ താങ്കൾ നിൽക്കുന്നത്. നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ കാട്ടിൽ വേറെ ആരുമില്ലേ? ആരുമില്ല. അപ്പോൾ ഈ കാട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ഭവതിക്ക് ബോറടിക്കില്ലേ? ഏയ് ഇല്ല. ഞാൻ ഇവിടുത്തെ മാനുകളോടും മയിലുകളോടും ഒക്കെ സംസാരിക്കും. ഓ, 2 മിനിറ്റ് എന്നോട് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് ബോറടിച്ചു. അപ്പാ മാനിന്റെയും മയിലിന്റെയും ഒക്കെ ഒരു അവസ്ഥ. താങ്കളെ കണ്ടിട്ട് വേട്ടയ്ക്ക് വന്നാണെന്ന് പറയില്ലല്ലോ. ഒന്നും പറയണ്ട, എല്ലാം പറയണം. ഞാൻ രാത്രി വാള് വെച്ച് ഉറങ്ങിപ്പോയി. ഓ, അപ്പൊ നല്ല കീറ അല്ലേ? അതല്ല, വാള് വെച്ച് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം എടുക്കാനും മറന്നു. ആ, അപ്പൊ മറവിയുടെ അസുഖം ഉണ്ടല്ലേ? കുമാരിയെ കണ്ടതു മുതൽ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അതല്ല, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരിത്. ഏത്? എന്തോ ഒന്ന്. എന്ത്? എന്തോ ഒരിത്. എനിക്ക് മനസ്സിലായി. അതിനാ പ്രേമോന്ന് പറയുന്നത്. മാലിന്യയുടെ തീരങ്ങൾ കഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. തോഴികളറിയും മുമ്പേ, മാമുനി ഉണരും മുമ്പേ, ഹൃദയത്തിൻ തന്തികളിൽ ശാകുന്തള മണയുമ്പോൾ എന്റെ വീട്ടിൽ മാനും മയിലൊന്നും ഇല്ലാത്തോണ്ട് ഞാനാ എന്റെ വീട്ടിൽ നിന്ന് മാനും. അയ്യോ, വണ്ടേ വണ്ടേ. അതിനൊന്ന് ഫ്രൈഡേ അല്ലേ, പിന്നെ എന്തിനാ വണ്ടേ എന്ന് പറയണത്? വണ്ടേ, എന്ത് പറ്റി? ആ വണ്ടനെ ആക്രമിക്കാൻ വരുന്നു. വണ്ടിനും അഹങ്കാരമോ? ഞാൻ കാണിച്ചു കൊടുക്കാം. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 100. അപ്പൊ വിട്ടാലോ? അത് വലിക്കും പോലിരിക്കും. ആ, അമ്പ് പോണ പോക്ക് കണ്ട? അതിനമ്പ് പോകുന്നില്ലല്ലോ. അമ്പ് പോകുന്നതായിട്ട് ഗ്രാഫിക്സുകാര് വരുത്തിക്കോളും. കണ്ടാ വണ്ടിനെ കണ്ടാ? അതിന് വണ്ടി ഇവിടെ. വണ്ടിനെയും ഗ്രാഫിക്സുകാര് വരുത്തിക്കോളും. എന്നാ കുഴപ്പമില്ല. ഇനി ഒരിക്കലും ഈ വണ്ട് ഭവതിയെ ശല്യം ചെയ്യുകയില്ല. അതെന്താ? വണ്ടി ചത്തുപോയില്ലേ? ഓ, അയ്യോ, ഞാൻ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. എന്നാ ഞാൻ വീട്ടിൽ പോവാണേ. ശകുന്തള നിൽക്കൂ, ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. അയ്യോ, എനിക്ക് വീട്ടിൽ പോണം. ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ട് പോവാം. എനിക്ക് വീട്ടിൽ പോണം. ഒരു കാര്യം കൂടി പറഞ്ഞ് വീട്ടിൽ പോണം. ഒരു കാര്യം പറ്റില്ല. ഒരു കാര്യം എനിക്ക് വീട്ടിൽ പോണം. ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈ ചെയ്യുന്ന ആളാണ്. 2006 മോഡല്. ഞാൻ തച്ചിയ മുച്ചി റോഡിൽ ഇരിക്കുന്ന ആളല്ല. ശകുന്തള, എനിക്ക് വീട്ടിൽ പോണം, 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 പോണം. അയ്യോ, അയ്യോ, ബോധം പോയി. എണീക്ക്. അയ്യോ, ഇവളുടെ അച്ഛൻ കണ്ണു മാറിച്ച് അങ്ങനെ കണ്ടോണ്ട് വന്നാ ഞാൻ പെട്ട്. എണീക്ക്. ഇവൾ ഓണർത്താൻ ഇപ്പൊ എന്ത് ചെയ്യും? ഐഡിയ. ഞാൻ കണ്ടു നിന്ന രംഗമങ്കരി. രാജകുമാരി, ഞാൻ കണ്ടു നിന്നതൊരു ആ കൊച്ചിനെ മർത്തിക്കെട്ടി. കണ്ടിന്യൂ. എന്താ മോളെ? പാട്ട് തീർന്നു ദണ്ഡയാത്രയ്ക്ക് പോയപ്പോൾ ഇവിടെ എന്താണ് നടന്നത്? ദണ്ഡയാത്രയ്ക്കോ? അല്ല, ഞാൻ ഈ ദണ്ഡവുമായി യാത്ര പോയപ്പോൾ ഇവിടെ എന്താണ് നടന്നത്? ഞാനും ശകുന്തളയും തമ്മിൽ പ്രണയത്തിലാണ്. ഈ പറഞ്ഞത് സത്യമാണോ? നേരാണ് അച്ഛാ. എനിക്ക് ജീവനിലുള്ളിടത്തോളം കാലം ഇത് നടക്കില്ല. അച്ഛനിപ്പോ എത്ര വയസ്സായി? 68. 2 വർഷം തന്നല്ല. നിങ്ങളുടെ പ്രേമത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ട്. ഞാൻ എന്റെ ശകുന്തളയ്ക്ക് സമ്മാനമായി നൽകിയ മുദ്രമോതിരം ഞങ്ങൾക്ക് തെളിവായി കാണിക്കാം. ഇവിടെ മോളെ ആ മുദ്രമോതിരം. ആ മുദ്രമോതിരം വൈറലായച്ചാ. എന്നിട്ട് ഞാൻ മൊബൈലൊന്നും കണ്ടില്ലല്ലോ. അതല്ല, അച്ഛനറിയാലോ ഞാൻ ചട്ടിച്ചോറ് കഴിക്കാണ് കൈ നക്കുന്ന സ്വഭാവം ഉണ്ടെന്ന്. അതിന്റെ കൂടെ അകത്ത് പോയി. എന്റെ ദൈവമേ, അതിന് ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കണമെങ്കിൽ 50,000 രൂപ വേണല്ലോ. അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് എന്റെ മോതിരം വേണം. അതെത്ര ഗ്രാം ഉണ്ട്? 1 ഗ്രാം. 1 ഗ്രാമോ? 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞത്. അപ്പൊ 300 രൂപയുടെ സാധനം അല്ല, 350. 350 രൂപയുടെ സാധനത്തിനാണ് ഞാൻ 50,000
രൂപ എടുത്ത് ഓപ്പറേഷൻ ചെയ്ത് അത് പുറത്തെടുക്കണം. അതൊന്നും എനിക്കറിയണ്ട. ഒന്നെങ്കിൽ എനിക്ക് എന്റെ മുദ്രമോതിരം വേണം, അല്ലെങ്കിൽ എന്റെ 350 രൂപയും വേണം. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ നിന്നെ ശപിക്കുമെടാ. അയ്യോ അയ്യോ എനിക്ക് ശപിക്കാൻ മുട്ടുന്നു. ഇവരെല്ലാം മറന്നു പോട്ടെ. ദുഷ്യന്ത മഹാരാജാവേ, അതാരാ നിങ്ങള്? ഞാൻ സുഗു. രാമേന്ദ്രേട്ടനും മോളെ എവിടെ പോണ്? കണ്ടില്ലേ അവരെല്ലാം മറന്നുപോയത്. നിനക്കൊല്ലത് ഓർമ്മയുണ്ടോടാ? എനിക്കൊന്നും ഓർമ്മയില്ല. ഇനി അവൻ വന്നതും പോയതും ഒക്കെ മറക്കും. എന്റെ ശാപത്തിന്റെ ഒരു പവർ. അയ്യോ സോറി, ഞാൻ അച്ഛനും വേണ്ടി ഞാൻ സോറി ചോദിക്കാം. അച്ഛൻ അങ്ങനെയാണ്, ഒന്നും പറഞ്ഞാൽ രണ്ടു മാസത്തിന് ശപിക്കും. ഞാനെല്ലാം മറന്നുപോയി. അയ്യോ അപ്പൊ ഒന്നും ഓർമ്മയില്ലേ? മറന്നുപോയി പൂമകളെ, എല്ലാം മറക്കും. അല്ല ഞാൻ എല്ലാം മറന്നുപോയി. ഞാൻ എങ്ങോട്ടാ പോണെന്ന് പോലും ഞാൻ മറന്നുപോയി. എല്ലാം മറന്നെന്ന് പറഞ്ഞിട്ട് വന്ന വഴി മറന്നില്ലല്ലോ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വന്ന വഴി മറക്കരുതെന്ന്. ഓ താൻ എന്താ വിചാരിച്ചേ? കണ്ണമർഷിയുടെ മക്ക് ബുദ്ധി ഇല്ലെന്നല്ലേ? ദേണ്ട ആ മരത്തിന്റെ മുകളിലേക്ക് ആ ചുവന്ന ലൈറ്റ് നോക്കിക്കേ. അത് ഉപ്പന്റെ കണ്ണല്ലേ? ഉപ്പന്റെ കണ്ണല്ല, അതിനാണ് CCTV ക്യാമറ പറയുന്നത്. നിങ്ങൾ ഇവിടെ വന്നതും ചെയ്തതും പറഞ്ഞതും എല്ലാം അതിനകത്ത് പതിഞ്ഞിട്ടുണ്ട്. അയ്യോ എല്ലാത്തിനകത്ത്? ആ ഞാനിവിടെ വന്ന് പ്രേമിച്ച ഒക്കെ അതിനകത്ത് പതിഞ്ഞാ? അപ്പൊ ഞാൻ ശരിക്കും എന്നാ പിന്നെ നീ എന്നെ അങ്ങ് കെട്ട്. ആ ശകുന്തളെ മരത്തിൽ കെട്ട്. കണ്ടിന്യൂ. എന്തിന് ഞാൻ അവിടെ കൈ കണ്ടിന്യൂ. അയ്യോ ദേവി ചേച്ചിക്കും പ്രചോദനന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് മനസ്സിലായി. അവിടുന്ന് വന്ന് മരത്തി കെട്ടാൻ പറ്റത്തില്ലാത്തോണ്ട് മാത്രം കെട്ടിയിട്ടാ ഞാൻ നേരത്തെ കെട്ടിയത്, അതുകൊണ്ട് വേണ്ട. പക്രു ചേട്ടാ, പക്രു ചേട്ടൻ തുടങ്ങാം. എങ്ങനെ ഉണ്ടായിരുന്നു? കിട്ടിലോസ്കി ആയിരുന്നു. ഇവനെ നമുക്ക് കണ്ടുപരിചയം. നമ്മൾ ഉദ്ദേശിച്ച ആള് തന്നെയാണോ? അപ്പക്കാളെ അതെ അതെ, നമ്മുടെ നിരഞ്ജൻ വേഷം മാറി വന്നിരിക്കുകയാണ് പുതിയ ക്യാരക്ടറായിട്ട്. കിടുക്കാച്ചായിരുന്നു. ബാക്കി രണ്ടുപേരെ കൂടെ പരിചയപ്പെടാം. മോന്റെ പേരെങ്ങനെയാ? ഞാൻ ശ്രീദേവ്. ശ്രീദേവ്. എവിടെ സ്ഥലം എവിടെയാ? എന്റെ സ്ഥലം മലപ്പുറം. വേദലക്ഷ്മി. വേദലക്ഷ്മി. സ്ഥലം എവിടെയാ? കോഴിക്കോട്. കോഴിക്കോട്. സൂപ്പർ. അപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഞാനിപ്പോ 8th. 5th. അപ്പക്കാള പിന്നെ നമ്മള് സ്വന്തം അളിയാണ്. നമ്മുടെ റാപ്പറാണ് അപ്പക്കാള. അല്ല പക്ഷെ വേറൊരു കാര്യം കേട്ടോ, ഇവരുടെ എനർജി എന്റെ ദൈവമേ. പ്രത്യേകിച്ച് ശകുന്തളൊക്കെ സ്പ്രിങ് കൊടുത്തിട്ട് ഇങ്ങനെ പാടിയ ഏത് ശകുന്തളം വേണോ തെറ്റു പറയാൻ പറ്റില്ല. അവന്റെ ഈ ലുക്കിലും എല്ലാം ഉണ്ട്. യെസ് പക്രു ചേട്ടാ. അല്ല, ആ ശകുന്തള എന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ പടം. ആണോ? 916 കുഞ്ഞൂട്ടലില് എന്റെ ചേട്ടന്റെ മകളായിട്ട് അഭിനയിച്ചു. സൂപ്പർ 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 സൂപ്പർ. കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു പക്രു ചേട്ടൻ അഭിനയൊക്കെ? എന്താ മോശമായിരുന്നോ? മോശമൊന്നല്ല, പറയണോ? എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാം. ആ സത്യം ഞങ്ങൾക്ക് അറിയാം. നല്ല അഭിനയായിരുന്നു. താങ്കൾ എത്ര സിനിമയിൽ അഭിനയിച്ചു? അഭിനയിക്കാൻ പോകുന്നു? ലൈനിൽ നിൽക്കുന്നു? ഞാനിപ്പോ ഒന്നുമില്ല. ഞാനിപ്പോ വേറെ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യണു. വേണ്ട, നീ അഭിനയിച്ചങ്ങ് തുടങ്ങി. സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന്. വെറുതെ അല്ല നമുക്ക് പരിപാടി കുറയുന്നു. ഇവരൊക്കെ ചെയ്തു തുടങ്ങി. ഒരു കാര്യം പറയാം അല്ലേ ജി, ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു സ്കിറ്റ് കണ്ടിട്ടില്ല.
ഇവര് അതിനകത്തങ്ങ് ജീവിക്കുന്ന പോലെ അല്ല തോന്നുന്നു. കറക്റ്റ് കറക്റ്റ്. കാരണം സ്കിറ്റ് കളിക്കുകയാണെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവരവരുടെ മാക്സിമം ആത്മാർത്ഥമായിട്ടും കൊടുക്കുക. അതെ അതെ അതെ. നോർമലി നമ്മൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ നമ്മൾ സ്റ്റേജ് പെർഫോമൻസ് കാണിക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കൈയടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവര് ഡിസ്ട്രാക്റ്റഡ് ആവും. ഇത് നിങ്ങൾ കൈയടിക്കേ ചിരിക്കേ തലകുത്തി പറയാ, നമ്മൾ എഴുന്നേക്കുന്നു ചാടുന്നു. ഞങ്ങൾ ആരും ചെയ്യും. അല്ല എന്തായാലും നമ്മളെ ഇളകി ചിരിച്ചു പോയത് കണ്ണുമോശയുടെ എൻട്രി ആയിരുന്നു. വളരെ സീരിയസ് ആയിട്ട് വരുന്നു. അല്ല അത് ഞാൻ അവസാനം ക്ലൈമാക്സ് ആയപ്പോ ഇവരത് കളിച്ചില്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ആ ഒരു എൻട്രിയും കൂടെ വന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് വരുന്ന ലുക്കൊക്കെ എങ്ങനെയത് അങ്ങനെ. ശരി, അപ്പൊ ഈ കൂട്ടത്തിൽ ആരൊക്കെ പാട്ട് ഡാൻസ് മിമിക്രി ചെയ്യും? ഞാൻ പാട്ട് പാടും. ഞാൻ എല്ലാരും dance എല്ലാം കളിക്കും. ചെയ്യും. കണ്ടില്ലേ നമ്മള്? ഒരു മിനിറ്റ്, ആംഗ്രി എല്ലാം ചെയ്യല്ലേ? എല്ലാം ചെയ്യും. ശരി, നമുക്ക് പാട്ടിൽ തുടങ്ങാം. ആയിക്കോട്ടെ. കണ്ടിന്യൂ. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, അടിപൊളി. മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല, പൂനിലാവല്ല പുലർവേള, മുല്ലയാവില്ല മൂവന്തിയിൽ, അവളല്ലയാമ്പലല്ല കുഞ്ഞു തെന്നൽ, കുറുമ്പിന്റെ മറക്കുടയാൽ മുഖം മറയ്ക്കും, മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. പൊളിച്ചു പൊളിച്ചു പൊളിച്ചു. ഇനിയിപ്പോ നമ്മുടെ ശകുന്തള ഡാൻസ് ഇല്ലേ? ശകുന്തളയുടെ ഡാൻസ് ഉണ്ട്. നിർത്തിങ്ങൾ ബാക്ക് ഡാൻസേഴ്സ് ആയിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, മ്യൂസിക് ഇടട്ടെ? മ്യൂസിക് തരട്ടെ. அந்த பூவானம் உனக்குதானே മിന്ന മിന്നിക്കും കാലം വന്നാൽ ആ നീലാകാശത്തെ മായാ നക്ഷത്ര കാവിൽ മിന്നാമെടാ എമ്മച്ചാനെ തപ്പടിക്കൊരു ഭോഗമെത്തിയടേ നടൻ പതി തപ്പങ്കുതി കൊണ്ടാട്ടമാണിന്നടാ എമ്മച്ചാനെ തപ്പടിക്കൊരു അടിനാസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ അതെ, ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആരാന്ന് മനസ്സിലായില്ലേ? ഇല്ല, ഇങ്ങനെ ചെയ്യുന്ന തലയ്ക്കും അസുഖമുണ്ടോ? അല്ല, വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് കുറെ ചപ്പഞ്ഞ ഒരു മാരി ഇട്ടിട്ട് തൂത്തുവാ. അല്ല, ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിയുമ്പോ ഞാൻ ആരാന്ന് നിങ്ങക്ക് മനസ്സിലാവുമെന്ന്. ഒരു കഥാപാത്രം മനസ്സിലായി. മനസ്സിലായില്ലേ? അത് മനസ്സിലായി. വേറൊരു ക്ലൂ കൊടുത്തരാം. അപ്പൊ നിങ്ങക്ക് ചിലപ്പോ മനസ്സിലാവും. ശരി, ആയിക്കോട്ടെ. നോക്കോട്ടെ. എവിടെ മനസ്സിലായോ? കിട്ടി. പിടികിട്ടിയാ? ഞാൻ പറഞ്ഞില്ലേ ഇത് കാണുമ്പോ എന്തായാലും പിടികിട്ടുമെന്ന്. മണിബാല. അയ്യോ അല്ല. മണിച്ചിത്രത്താഴിലെ നാഗവല്ലി. അല്ലല്ലോ, അല്ല. ഈ എനിക്കൊന്ന് ബാലയും മണിച്ചേട്ടനും കൂടെ അഭിനയിച്ച ഏതെങ്കിലും സിനിമയിലെ പാട്ട്. അയ്യോ അല്ല അല്ല ചേച്ചി, അല്ല അല്ല അല്ല. ഓ, മണിക്കുട്ടി. അയ്യോ അല്ല. ഒന്നോടൊന്ന് ആലോചിക്കേ. ഉർവശി സ്ഫടികത്തിനകത്ത്. മറ്റേ സ്ഫടികം. അയ്യോ അല്ല അല്ല, മറ്റേ കുഞ്ഞിക്കുരു ഒക്കെ ഇങ്ങനെ എറിഞ്ഞ് ഡ്രസ്സിലാവുന്ന മറ്റേ. അയ്യോ ചേട്ടാ, ഇത് മറ്റേ നന്ദനത്തിലെ ബാലാമണി. അയ്യോ, അതിനാണ് ഇത്രയൊക്കെ കാണിച്ചേ. അതെന്താന്നറിയോ, രൂപത്തിലും സൗണ്ടിലും ഒന്നും പിടിക്കാൻ പറ്റില്ലല്ലോ ഫിഗർ. അപ്പൊ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന വിചാരിച്ചു. കറക്റ്റ് ആയി കേട്ടോ. പറഞ്ഞപ്പോ കറക്റ്റ് അല്ലേ? ഏകദേശം സൗണ്ടും ഒക്കെ കറക്റ്റ് ആവുന്നു. സമാധാനം. കലാമണി, എന്നെ മനസ്സിലായോ? ഞാൻ മെനു. ഏത് ഹോട്ടലിലെ മെനുവാ? ഹോട്ടലിലെ മെനു അല്ല, പിന്നെ
ഞാൻ അമ്പലപ്പാട്ട് മനു. പാട്ട് വെറുക്കുന്ന ആളാ അമ്പലപ്പറമ്പില്. അമ്പലപ്പറമ്പിൽ പാട്ട് വെറുക്കുന്നല്ലെന്ന്. അമ്പലപ്പാട്ട് ഉണ്ണിയമ്മയുടെ അവിടുത്തെ മനു. ഏത് മനു? ഉണ്ണിയമ്മയുടെ അവിടുത്തെ അമേരിക്കയില്. അമേരിക്കയിൽ വന്നു മനു. അയ്യോ ഇത് മനസ്സിലായില്ലേ? ഇത് മനുവേട്ടന്റെ അവിടുത്തെ ഉണ്ണിയമ്മ. ഉണ്ണിയമ്മയുടെ അവിടുത്തെ മനുവേട്ടൻ. അതന്നെ അമേരിക്കയിലുള്ള. അയ്യോ ഫോട്ടോ കൊണ്ടപ്പോ ഇങ്ങനെ അല്ലായിരുന്നു മനുവേട്ടാ. ഞാൻ ഒരുപാട് മാറിപ്പോയി. ബാമണി എന്തോ 143 143 എന്നുവെച്ചാ 143. അയ്യോ എവിടെയാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? അടിയന്തരാവസ്ഥ അല്ല അടിയന്തരാവസ്ഥ 144 ഞാൻ പറഞ്ഞു 143 പറഞ്ഞു. ആണോ 143? 143 പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളോട് ഐ ലവ് യു എന്ന് പറയുന്നതിന് 143 എന്ന് പറയും. ആണോ? അപ്പൊ രണ്ടും അടിയന്തരാവസ്ഥ തന്നെ. അതങ്ങനെ രണ്ടും അടിയന്തരാവസ്ഥയാണ്. ഏതെങ്കിലും പെണ്ണുങ്ങളോട് ചെന്നിട്ടേ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അവര് നല്ല അടി വെച്ച് തരും. അപ്പൊ ഉണ്ടാവുന്ന ഒരു അവസ്ഥയില്ലേ, അതാണ് അടിയന്തരാവസ്ഥ. 144 143 ഒക്കെ അടിയന്തരാവസ്ഥ. ഭയങ്കര സംഭവം തന്നെ. പിന്നെ മനുവേട്ടാ, ഈ ബാലമണിയുടെ പൊട്ട മനസ്സിൽ ഒരു പാഴ്മുഖം തോന്നിയപ്പോ ഞാൻ ആദ്യം ഓടി ഇങ്ങോട്ടാ വന്നേ. എങ്ങോട്ട്? ഇങ്ങോട്ട്. ഇങ്ങോട്ട്? എന്താ ബാലമണിയുടെ മനസ്സിൽ തോന്നിയ പൊട്ട മോഹം? പറയട്ടെ? പറ കേക്കട്ടെ. മനുവേട്ടനെ കല്യാണം കഴിച്ച് അങ്ങ് അമേരിക്കയിൽ പോണോന്ന്. ഇതാണോ പൊട്ട മനസ്സിൽ തോന്നിയ പാഴ്മോഹം? പിടിച്ചപ്പോ പുളിങ്ങമ്പ കയറി അങ്ങ് പിടിച്ചത്. അമേരിക്ക വരെ പോകുന്നതിന് എത്ര ലക്ഷം രൂപ ചെലവാക്കണം അറിയോ? ഭയങ്കര മോഹമായി പോയില്ല ബാലാമണിയുടെ മോഹം. പിന്നെ എന്നിട്ട് എന്താ മനുവേട്ടൻ ഇത്ര നാളായിട്ട് കല്യാണം കഴിക്കാഞ്ഞത്? ഞാൻ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പത്രത്തിൽ പരസ്യം കൊടുത്തു. അവിവാഹിതൻ, ബാധ്യതയൊന്നുമില്ല, കുട്ടികളില്ല എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തു. എന്നിട്ട് ഈ പത്രത്തിൽ അടിച്ചു വന്ന എങ്ങനെ അറിയുമോ? അവിവാഹിതൻ, കുട്ടികളില്ല, സാധ്യതയില്ലെന്ന്. പിന്നെ എങ്ങനെ കല്യാണം നടക്കും? അതാണ് കല്യാണം നടക്കാതിരുന്നത്. അല്ലെ ഞാൻ എന്നെ കെട്ടിയന്. എന്റെ സ്നേഹം സത്യമോ മനുവേട്ടോ? നിന്റെ സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? നിന്റെ സ്നേഹം സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അതെ, ഒരു കഥയുണ്ട് മനുവേട്ടാ, പറയട്ടെ? പറ. പണ്ട് നമ്മുടെ അവിടുത്തെ ബീച്ചില്ലേ, ആ ബീച്ചിൽ ഞാൻ കടൽ കാണാൻ വേണ്ടിട്ട് പോയപ്പോ അവിടെ ഒരു കപ്പലണ്ടിക്കാരൻ നിന്ന് കപ്പലണ്ടി വിറ്റോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് 10 രൂപയ്ക്ക് കപ്പലണ്ടി വേണോന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറയും, എന്റെ മുഖത്തെ കൂടെ ഒറ്റ ആട്ടാട്ടിട്ട് പറയാ, ഇവിടെ തെണ്ടി നടക്കുന്നവർക്കുള്ളതല്ല ഈ കപ്പലണ്ടി, ഇത് വിദേശത്തു നിന്ന് വരുന്ന സായിപ്പിനും മാതാമയ്ക്കും ഉള്ളതാണെന്ന്. അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് പ്രതികാരം ഉണ്ടായി മനുവേട്ടാ. ഒത്തിരി വേദനിച്ച്. അപ്പോഴേ ഞാൻ വിചാരിച്ചതാ മനുവേട്ടനെ പ്രേമിച്ച് ഞാൻ അങ്ങ് അമേരിക്കയിൽ ചെല്ലണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് മനുവേട്ടനെ നൈസായിട്ട് അങ്ങോട്ട് തേക്കണം. എന്നിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു കോടീശ്വരനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ കേരളത്തിൽ വന്നിട്ട് ഇതേ ബീച്ചിൽ വന്ന് ഇതേ കപ്പലണ്ടിക്കാരൻ്റെ അടുത്ത് 10 രൂപയുടെ കപ്പലണ്ടി ഞാൻ ചോദിക്കും. അപ്പൊ അയാൾ എനിക്ക് ആ 10 രൂപയുടെ കപ്പലണ്ടി തരും. അപ്പൊ ഞാൻ അയാളുടെ മുഖത്ത് ആട്ടിയിട്ട് പറയും, നിങ്ങൾ പണ്ട് ആട്ടിയില്ലേ ഒരു പെണ്ണിനെ, ആ പെണ്ണാണ് ഞാനെന്ന്. എന്റെ ഈ ആഗ്രഹം സാധിക്കാൻ മനുവേട്ടൻ സമ്മതിക്കില്ലേ? പറ മനുവേട്ട. ഞാൻ ഇതിന് കൂടെ നിൽക്കണം. എന്നെ തേക്കാൻ വേണ്ടി ഞാൻ കൂടെ നിൽക്കണം. 10,000-2,000 രൂപ എടുത്ത കപ്പലണ്ടിക്കാരിക്കുന്ന മുഴുവൻ കപ്പലണ്ടി ഞാൻ മേടിച്ചു തരാം. അന്നാലെങ്കിലും നീ എന്റെ അടുത്ത് ഒഴിഞ്ഞു പോവോ? കഷ്ടമല്ലേ മനുവേട്ട? വേണ്ട, എനിക്ക് തന്നെ വേണ്ട. നീ എന്റെ അടുത്ത് ഒഴിഞ്ഞു പോയാ മതി. കഷ്ടമല്ലേ മനുവേട്ട? വേണ്ട മനുവേട്ട, വേണ്ട. നല്ല ആഗ്രഹമല്ലേ മനുവേട്ട? എനിക്ക് കേൾക്കണ്ട മനുവേട്ട. രണ്ടുപേരും നടക്കട്ടോ എവിടെ നിൽക്കൂ. നല്ല ആഗ്രഹമല്ലേ? സൂപ്പർ ആയിരുന്നു. ആഗ്രഹമൊക്കെ കുഴപ്പമൊന്നുമില്ല. മനുവേട്ടൻ എവിടെ നിൽക്കണ്ടേ? മനുവേട്ടൻ ബാലേന്ദ്രമേനോട് ബാലാമണിയോടാ ചോദ്യം. എന്ത് ധൈര്യത്തിലാണ് കുട്ടി ഈ സാഹസത്തിന് ഒരുമിട്ടത്? ഏത് സാഹസം? ഇങ്ങനെ അവതരിപ്പിക്കാനുള്ള ഒരു ധൈര്യം എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. ഇങ്ങേർക്ക് ഈ രൂപം വെച്ചോണ്ട് മനുവേട്ടനാകാമെങ്കിൽ എനിക്ക് ബാലമണി ആയിക്കൂടെ ചേട്ടാ? മനുവേട്ടനെ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. മനുവേട്ടൻ ഇനി ഒരുപാട് ഫാൻസ് ഉണ്ടാവും. മനുവേട്ടന്റെ ഡയലോഗ് ഒക്കെ ബാലേന്ദ്ര മേനോനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ചിരഞ്ജീവിയുടെ ഒക്കെ ഒരു കട്ടുണ്ട് മനുവേട്ടന്. അതല്ല, നിങ്ങളൊക്കെ അങ്ങ് സഹിക്കും. ഞാൻ മേക്കപ്പിന് ചെന്നിരുന്നപ്പോഴേ അവൻ എന്റെ മുഖം ഞാൻ പിടിച്ചു നോക്കിയിട്ട് ഇന്ന് എന്താ ഏട്ടാ ക്യാരക്ടർ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കിട്ട് ഞാൻ പറഞ്ഞു പൃഥ്വിരാജ് എന്ന് പറഞ്ഞു നന്ദനത്തില്. അവൻ ഒരു നോട്ടവും നിൽക്കുന്നു. റെഡിയാക്കാന്ന്. അപ്പൊ റെഡിയായില്ലേ? റെഡിയായി. അല്ല ഈ സ്കിറ്റ് എഴുതി അലീഷ ആയതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് സമയമുണ്ടെങ്കിൽ അവിടെ നിന്ന് മൊത്തം തീർത്തു പോയാൽ മതി. നമ്മുടെ കുഴപ്പമൊന്നുമല്ല. വന്നപ്പോഴാ കൗണ്ടർ മുഴുവൻ സൗമ്യ കുറച്ച് താഴെ ഇട്ടു. Comedy Masters, Comedy Masters, Comedy Masters.